ജൈടെക്സിലെ ഒന്നാമത്തെ ദിവസമാണ്. സുഹൃത്ത് നമ്മൾ മെട്രോക്ക് ആക്കി തന്നു. മെട്രോയിൽ വേൾഡ് ട്രേഡ് സെന്ററിലേക്കാണ് പോകേണ്ടത്. അവിടെയാണ് ജൈടെക്സ് നടക്കുന്നത്. ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ അടുത്തായിട്ടാണ് വേൾഡ് ട്രേഡ് സെന്റർ വരുന്നത്. അങ്ങനെ നമ്മൾ ജൈടെക്സിൽ എൻ്റർ ചെയ്തു. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. AI ഫോർ ഡെവലപ്പേഴ്സ് എന്നുള്ളൊരു ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 2000+ കമ്പനീസാണ് സ്റ്റാളുകൾ എടുത്തിട്ടുള്ളത്. അതിൽ വലിയ വലിയ കമ്പനീസ് അവരുടെ ഇന്നോവേഷൻസ് ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള വലിയ സ്റ്റാളുകളുണ്ട്. ഫസ്റ്റ് നമ്മൾ റോബോട്ടിക്സിന്റെ ഏരിയയിലോട്ടാണ് വന്നത്. അവിടെ എല്ലാ കാര്യങ്ങൾ ചെയ്യാനും റോബോട്ട്സ് ഉണ്ട്. റോബോട്ട് പ്ലസ് AI വരുമ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് നടക്കുന്ന റോബോട്ട്സ് വരെ ഉണ്ട്. ജസ്റ്റ് പ്രസൻറ്റേഷൻസൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ ഒരു റോബോട്ടിനെ ബിൽഡ് ചെയ്തെടുക്കാം, അതിന് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്യാമെന്ന് വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ ഓരോ സ്റ്റാളുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ കമ്പനീസൊക്കെ അവരുടെ ഇന്നോവേഷൻസ് അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപത്തിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 90% അബോ കമ്പനീസും ഇവിടെ AI അവരുടെ സർവീസിൽ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇതാണ് AI സ്റ്റേജ്. AI ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസൻറ്റേഷൻസ് ഒക്കെ നടക്കുന്ന സ്റ്റേജാണിത്. ഇന്ന് നമ്മളൊരു 2-3 സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആണ് ഓരോ ഡിസ്കഷൻസും. ഈ കാണുന്നത് ഒരു ഇന്ററാക്റ്റീവ് അവതാരമാണ്. ജൈടെക്സുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി. കുറേ സ്റ്റാൾസ് ഒക്കെ വിസിറ്റ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങി. നാളെ മുതൽ കറക്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ കാണാത്ത പല ഹാളുകളുള്ളത്. ഞാൻ ജസ്റ്റ് 5 ഹാൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇത് വേറൊരു സ്റ്റേജാണ്, ടെക് ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മൊത്തം 26 ഹാൾസ് ഉണ്ട്. അതിൽ ട്രെയിനിങ്സ് ഉണ്ട്, വർക്ക്ഷോപ്സ് ഉണ്ട്, വേറെ സെഷൻസ് ഉണ്ട്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളും അടുത്ത ദിവസത്തെ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.